എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് MVDയുടെ ഒരു അറിയിപ്പാണ്. വാഹനങ്ങളിൽ ഇരുന്ന് പുകവലിക്കുന്നത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുമെന്നാണ് MVD അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് പറയാൻ കാരണമെന്ന് നോക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചൂട് വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ വളരെയധികം ചൂട്, 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ വളരെയധികം ചൂട് പൊതുവേ കൂടുതലായിരിക്കും. അപ്പോൾ ഈ വാഹനങ്ങളിൽ ഇരുന്ന് പുകവലിച്ച്, അതായത് ഗവൺമെന്റ് വാഹനങ്ങളിലോ അതുപോലുള്ള പാസഞ്ചർ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിലോ പുകവലിക്കാൻ പാടുള്ളതല്ല. അത് ഓൾറെഡി എല്ലാ വാഹനങ്ങളിലും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് വാഹനങ്ങളിലെ ആളുകൾ ഇരുന്ന് പുകവലിച്ചിട്ട് ഈ സിഗരറ്റിന്റെ കെടുത്താത്ത കുറ്റികൾ പുറത്തേക്ക് വലിച്ചെറിയുന്നതായി പല രീതിയിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന സിഗരറ്റ് ഇത് കത്താൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം വെച്ചാൽ ഇതിന്റെ ലൈറ്റ് കെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഈ തീ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല വാഹനങ്ങളിലും ചിലപ്പോൾ ഗ്യാസ് ലീക്കോ പെട്രോൾ ലീക്കോ അങ്ങനെ വളരെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ കത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ റോഡിന്റെ സൈഡിലോ റോഡിലോ ഒക്കെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. പേപ്പറിലേക്കും മറ്റും ഇത് വലിച്ചെറിയുമ്പോൾ വീണ് കഴിഞ്ഞാൽ അവിടെ അത് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് വാഹനങ്ങളിൽ ഇരുന്ന് പുകവലിച്ച് പുറത്തേക്ക് കളയുന്നത് വളരെ അപകടകരമായ രീതിയിലുള്ള കുറ്റമാണെന്നുള്ളത്. അപ്പോൾ ഇതിന് ലൈസൻസിന് സസ്പെൻഷനോ അതുപോലുള്ള ഫൈനോ ഒക്കെ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. വാഹനങ്ങളിൽ നിന്ന് പുകവലിക്കുന്നത് മറ്റുള്ളവർക്ക് വളരെ അപകടകരമായ രീതിയിലുള്ള അവസ്ഥ ഉണ്ടാക്കാനായിട്ട് കാരണമാകുമെന്ന് ചിന്തിക്കുക. ഓരോരുത്തരും പുറത്തേക്ക് കളയുമ്പോൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരിക്കലും പുറത്തേക്ക് കളയാതിരിക്കുക. നിങ്ങൾ പുകവലിക്കുന്നത് തീർച്ചയായും ശരീരത്തിന് വളരെ കേടുള്ളൊരു കാര്യമാണ്, വളരെ ഹാനികരമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിനുള്ളിലിരുന്ന് പുകവലിക്കുമ്പോൾ പുകവലിക്കുന്ന ആൾ മാത്രമല്ല, വാഹനത്തിനുള്ളിൽ മറ്റുള്ളവരെ അത് വളരെ സാരമായി ബാധിക്കുമെന്ന് ഓർക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾ വാഹനത്തിലുള്ള ഒറ്റയ്ക്കാണ്, പുകവലിച്ചതിന് ശേഷം വാഹനം ക്ലോസ് ചെയ്ത് എവിടെയും പോകുന്നു, തിരിച്ചു വരുന്നു, നിങ്ങളുടെ ഫാമിലിയോ മക്കളോ ഒക്കെ അതിൽ കയറി ഇരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിറ്റേ ദിവസം. അപ്പോൾ ഇതിന്റെ സ്മെല്ല് ഒരിക്കലും പോലെ, കാരണം വാഹനത്തിനുള്ളിൽ ആ സ്മെല്ല് എപ്പോഴും നിലനിൽക്കും. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ അലർജിക്കും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട്, അതുപോലെ പ്രായമായൊരു കാരണം നിങ്ങളുടെ അച്ഛനാവാം, അമ്മയാവാം, മറ്റ് ബന്ധുക്കളാവാം, ഫ്രണ്ട്സ് ആവാം, അങ്ങനെ പലരും കയറുമ്പോൾ അവർ പല രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥങ്ങളുള്ളവരാവാം, പ്രായമുള്ളവരാവാം, കുട്ടികളാവാം ഒക്കെ ആവാം. അപ്പോൾ അവർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇത് വളരെയധികം കാരണമാകുന്നു എന്നുള്ളത് കൂടി ഓർത്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.